നമസ്കാരം. നാം ഏവരും വളരെ പ്രതീക്ഷകളോടെ പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മാർച്ച് മാസം ആരംഭിക്കുവാൻ ഇനി അധികം ദിവസങ്ങളില്ല. മാർച്ച് മാസത്തെ ഗ്രഹനിലയും ജ്യോതിഷപരമായ പ്രവചനങ്ങളും അനുസരിച്ച് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപായെങ്കിലും ഈ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യേണ്ടതായ ഈ മാസം ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. ഈ മാസം പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിനാലാണ് ദുരിതപൂർണമായ അവസ്ഥകൾക്ക് മോചനം ലഭിക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമം കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. പ്രധാന ഗ്രഹമാറ്റങ്ങൾ ഈ മാസത്തിൽ സംഭവിക്കുന്നുണ്ട്. പ്രധാന ഗ്രഹമാറ്റങ്ങൾ ഈ മാസത്തിൽ പ്രധാനപ്പെട്ടതായ പല ഗ്രഹങ്ങളും രാശി മാറുന്നു എന്നതാണ് വാസ്തവം. ഇത് വലിയ മാറ്റങ്ങൾക്ക് തന്നെയാണ് കാരണമായി തീരുക. ശനി നെപ്റ്റ്യൂൺ സംയോഗം ഫെബ്രുവരി അവസാനം തുടങ്ങി മാർച്ചിൽ തുടരുന്ന ഈ അപൂർവ സംയോഗം ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിന് കാരണമാകും എന്നാണ് കരുതപ്പെടുന്നത് പോലും. ശുക്രന്റെ മാറ്റം മാർച്ച് 2-നാണ്. ശുക്രൻ മീനം രാശിയിലേക്ക് മാറുന്നത് ബന്ധങ്ങളിലും സാമ്പത്തികപരമായ കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് കാരണമായി തീരും. സൂര്യൻ ശനി സംയോഗം മാർച്ച് 15 വരെ സൂര്യനും ശനിയും കുംഭം രാശിയിൽ ഒന്നിച്ച് നിൽക്കുന്നത് ചിലർക്ക് മാനസികപരമായ പ്രയാസങ്ങൾ കടന്നു വരുന്നതിന് കാരണമായി തീരും. ഈ സമയം പ്രധാനമായും അല്ലെങ്കിൽ ഈ മാസം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ക്ഷമ തന്നെയാണ്. എടുക്കുന്നതായ തീരുമാനങ്ങളിൽ ക്ഷമ വേണം. മാർച്ചിൽ കാര്യങ്ങൾ അല്പം പതുക്കെ മാത്രമേ നടക്കൂ എന്നതാണ് വാസ്തവം. അതിനാൽ ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കി അക്ഷമ കാട്ടാതെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഉറക്കക്കുറവും പൊതുവിൽ അനുഭവപ്പെടുവാൻ സാധ്യത ഉള്ളതിനാൽ കൃത്യമായി തന്നെ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും വിശ്രമം ശീലമാക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മാർച്ച് 11 വ്യാഴം വക്രഗതി മാറി നേരെ സഞ്ചരിച്ച് തുടങ്ങുന്നത് നിക്ഷേപങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും കൂടുതൽ വ്യക്തത കൈവരിക്കുന്നതിന് കാരണമായി തീരും. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ പലതുമുണ്ട്. ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ ആരാധനകൾ നടത്തേണ്ടത് അനിവാര്യമാകുന്നു. വീടുകളിൽ തീർച്ചയായും ദീപം തെളിയിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട പരിഹാരങ്ങളിൽ ഒന്ന്. 2 നേരം വീടുകളിൽ തീർച്ചയായും വിളക്ക് നിങ്ങൾ തെളിയിക്കേണ്ടതാണ്. വൈകുന്നേരങ്ങളിൽ കൃത്യസമയത്ത് തന്നെ ദീപം തെളിയിക്കണം. അതായത് വിളക്ക് തെളിയിക്കുമ്പോൾ ആ സമയത്തിന് പ്രാധാന്യം നൽകുക. ഏറ്റവും ഉത്തമമായ സമയമായി കണക്കാക്കുന്നത് അതിരാവിലെ ബ്രാഹ്മമുഹൂർത്ത സമയത്താണ്. സാധിക്കുന്നില്ല എങ്കിൽ സൂര്യോദയത്തിന് മുൻപോ അല്ലെങ്കിൽ രാവിലെ 8 മണിക്ക് മുൻപായെങ്കിലും വിളക്ക് തെളിയിക്കണം എന്നാണ് പറയുക. അതേപോലെ തന്നെ രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ആ സന്ധ്യാസമയത്ത് തന്നെ നിങ്ങൾ വിളക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്രകാരം തെളിയിക്കുന്നതിലൂടെ ആ വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കും. നെഗറ്റീവായ ഊർജങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുവാൻ സാധിക്കുകയും ആ വീടുകളിൽ ഐശ്വര്യവർദ്ധനവാണ് വന്നു ചേരുക. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകണം. വടക്ക് കിഴക്ക് എന്ന ദിശയ്ക്ക് പ്രാധാന്യമുണ്ട്. കാരണം ഈ ദിശ അറിയപ്പെടുന്നത് പോലും ഈശാനകോൺ എന്നാണ്. അതായത് ആ വീടുകളിൽ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരിടം കൂടിയാണ് ഈശാനമൂല അഥവാ വടക്ക് കിഴക്ക് ഭാഗം. അതിനാൽ ഈ ഒരു ഭാഗത്ത് എപ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. വൃത്തിയായി തന്നെ സൂക്ഷിക്കുന്നത് മാനസിക സമാധാനത്തിനും ഐശ്വര്യത്തിനും ഉത്തമമായ ഒരു കാര്യം തന്നെയാണ്. അതിനാൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തേണ്ടതായിട്ടുണ്ട്. സാധിക്കുന്നവർ മാസാദ്യത്തിന് മുൻപ് തന്നെ അല്ലെങ്കിൽ മാസാദ്യ ദിവസം തന്നെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക.
കൂടാതെ എണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യവർദ്ധനവിന് ഉത്തമമാണ്. സാധിക്കുമെങ്കിൽ ആ ഒരു കാര്യം പ്രവർത്തിക്കണം. ഇനി നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടുത്തൊരു ഭദ്രകാളി ക്ഷേത്രമുണ്ട് എങ്കിൽ ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നതാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പ്രവർത്തിക്കുക. ആ കുടുംബത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് ആരാണ് എങ്കിൽ അവരെ ഒപ്പം കൂട്ടണം. അവരുമായി പോവുകയും ദർശനം നടത്തുകയും ചെയ്യണം. അതോടൊപ്പം രക്തപുഷ്പാഞ്ജലി എന്ന വഴിപാട് നടത്തി പ്രാർത്ഥിക്കണം. അവരുടെ പേരും നാളും പറഞ്ഞ് നിങ്ങൾക്ക് നടത്താം. ഇപ്രകാരം ചെയ്യുന്നത് ആ വീടിന് ഐശ്വര്യവർദ്ധനവിന് ഉത്തമമാണ്. ആ കുടുംബത്തിലെ ആ അംഗവുമായി ബന്ധപ്പെട്ട ശത്രുദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് വിശേഷമാണ്. കൂടാതെ മറ്റൊരു കാര്യം കൂടി ചെയ്യുക. തലേ ദിവസം തന്നെ വിളിച്ച് ഷീട്ടാക്കണം. കടും പായസം നിങ്ങൾ വഴിപാടായി നടത്തുക. ഇനി അഥവാ കടും പായസം സാധിക്കുന്നില്ല എങ്കിൽ ഭഗവതി സേവയും അതോടൊപ്പം ഗണപതി ഹോമം കൂടി നടത്തുകയാണ് എങ്കിൽ അതെല്ലാ മാസവും നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ ഏറ്റവും വിശേഷം. ആ പ്രസാദവും വീടുകളിൽ കൊണ്ടുവരുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. അതോടൊപ്പം ഭദ്രകാളി ക്ഷേത്രത്തിലെ കുങ്കുമം നിങ്ങൾ വീടുകളിൽ കൊണ്ടുവരിക. ആ കുങ്കുമം ഈ മാസം അണിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. നിത്യവും ഈ കുങ്കുമം അണിയുക. അത് തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവർദ്ധനവിന് ഉത്തമമായി തീരും. നെഗറ്റീവായ ഊർജം ബാധിക്കാതിരിക്കുന്നതിനും അതേപോലെ തന്നെ ശത്രുദോഷങ്ങൾ ബാധിക്കാതിരിക്കുന്നതിനും ഉത്തമമാണ്. അതിനാൽ ഏവർക്കും സാധ്യമായ ഒരു കാര്യം തന്നെയാണ് ഇത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ധാരയും കൂവളമാലയും അതോടൊപ്പം പിൻവിളക്ക് കൂടി നടത്തി പ്രാർത്ഥിക്കണം. അത് പാർവതി ദേവിയുമായി ബന്ധപ്പെട്ട വഴിപാടാണ്. ഇതിലൂടെ പൂർണ്ണമായ ഫലസിദ്ധി വന്നു ചേരും. ഇനി അഥവാ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടി നടത്തി പ്രാർത്ഥിക്കണം. ഇത് മാസാദ്യ ദിവസം തന്നെ നടത്തുന്നത് ഉത്തമമാണ്. ഇനി അഥവാ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാണ് കേൾക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസമോ അല്ലെങ്കിൽ മഹാദേവന് വിശേഷപ്പെട്ടതായ തിങ്കളാഴ്ച ദിവസമോ ഭദ്രകാളി ദേവിക്ക് വിശേഷപ്പെട്ട ചൊവ്വ വെള്ളി ദിവസങ്ങളിലോ നിങ്ങൾക്ക് ഈ വഴിപാട് നടത്താം. ഇനി നിങ്ങൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തണം. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഭഗവാന് നെയ്വിളക്ക് എന്ന വഴിപാട് നിങ്ങൾക്ക് നടത്തി പ്രാർത്ഥിക്കാം. അതോടൊപ്പം നിങ്ങളുടെ പേരിൽ ഒരു അർച്ചന കൂടി നടത്തുക. സാധിക്കുന്നവരാണ് എങ്കിൽ ഭഗവാന് ഒരു പാൽപ്പായസം കൂടി നടത്തുക. ഈ മാസം നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട വഴിപാടുകളെക്കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത്. ഈ വഴിപാട് മാസാദ്യം തന്നെ എല്ലാം നടത്തണം എന്നില്ല. ഇനി സാധിക്കുന്നവരാണ് എങ്കിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ഭഗവാന് വിശേഷപ്പെട്ടതായ ദിവസമാണ് എങ്കിലും നടത്താം. ഇപ്രകാരം നടത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ ആ വീടുകളിൽ പെട്ടെന്ന് ഐശ്വര്യവർദ്ധനവും ശത്രുക്കളിൽ നിന്നും മോചനവും ലഭിക്കും. തീർച്ചയായും നിങ്ങൾ നടത്തേണ്ട വഴിപാടാണ്. അതോടൊപ്പം വീടും പരിസരവും എപ്പോഴും ശുദ്ധിയായി സൂക്ഷിക്കുക. പ്രധാന വാതിൽ തുടച്ച് വൃത്തിയാക്കണം. പ്രധാന വാതിലിൽ ഓം സ്വസ്തിക ചിഹ്നം വരയ്ക്കുന്നതും വിശേഷമാണ്. അതോടൊപ്പം നിങ്ങളുടെ വീട്ടിലെ ആവശ്യമില്ലാത്ത വസ്തുക്കൾ അവ ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. കൂടാതെ നിങ്ങൾക്ക് സൂര്യ നമസ്കാരം, രാവിലെ സൂര്യനെ ജലം അർപ്പിക്കുന്നതും ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നതും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല ആ കുടുംബത്തിലെ സന്താനങ്ങളെ ഉയർച്ചയിൽ എത്തിക്കുകയും ചെയ്യും. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ആ കുടുംബത്തിലെ സ്ത്രീ, പ്രത്യേകിച്ചും ഗൃഹനാഥ, വീട്ടമ്മ ഈ മന്ത്രം ജപിക്കുന്നത് ആ വീട്ടിലെ സന്താനങ്ങൾക്ക് പെട്ടെന്ന് ഉയർച്ച വന്ന് ചേരുന്നതിന് ഉത്തമമാണ്. പ്രത്യേകിച്ചും ഞായറാഴ്ച ദിവസങ്ങളിൽ ജപിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഫലം നിങ്ങൾക്ക് വന്നു ചേരും. മാർച്ച് മാസം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു മാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.